7.5 കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത 2 തായ്വാൻ പൗരന്മാർ കസ്റ്റഡിയിൽ. കണ്ണൂരിൽ ഇൻസ്റ്റഗ്രാം പ്രണയത്തിലൂടെ യുവതിയുടെ 25 പവൻ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും 7.5 കോടി രൂപ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ കേസിൽ തായ്വാൻ സ്വദേശികളായ 2 പ്രതികളെയും 8 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെയാണ് പ്രതികളെ ഗുജറാത്തിൽ നിന്നും ആലപ്പുഴയിൽ എത്തിച്ചത്. ഓൺലൈൻ ഓഹരി വ്യാപാരത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. രാജ്യാന്തര സാമ്പത്തിക കുറ്റവാളികളും തായ്വാൻ സ്വദേശികളുമായ വെയ്ചുങ് വാൻ, ഷെൻ വൈഹോ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഗുജറാത്തിൽ നിന്ന് ഇന്നലെ ആലപ്പുഴയിൽ എത്തിച്ച പ്രതികളെ ചേർത്തല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഈ മാസം 27 വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പാണ് ചേർത്തലയിൽ നടന്നത്. ഓഹരികളിൽ നിന്ന് അമിത ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.65 കോടി രൂപ പ്രതികൾ തട്ടിയെടുത്തത്. 2023 സെപ്റ്റംബർ മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ്. കേസിൽ കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ്, പ്രവീഷ്, അബ്ദുൽ സമദ് എന്നിവർ ആദ്യം അറസ്റ്റിലായി. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനക്കാരായ ഭഗവൻ റാമിനെയും നിർമ്മൽ ജെയിനെയും പോലീസ് പിടികൂടി. ചൈനയും സമീപ രാജ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ഇതോടെയാണ് തായ്വാൻ പൗരന്മാരായ വെയ്ചുങ് വാൻ, ഷെൻ വൈഹോ എന്നിവരെ അഹമ്മദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേർത്തലയിലെ തട്ടിപ്പുമായി ഇവർക്കുള്ള ബന്ധം വ്യക്തമായതിനാൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ജനം, ആലപ്പുഴ. കണ്ണൂർ തലശ്ശേരിയിൽ ഇൻസ്റ്റഗ്രാം പ്രണയത്തിലൂടെ യുവതിയുടെ 25 പവൻ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. വടകര സ്വദേശി മുഹമ്മദ് നജീറാണ് പിടിയിലായത്. യുവതിയിൽ നിന്നും തട്ടിയെടുത്ത 25 പവനിൽ 14 പവൻ വടകരയിലെ ജ്വല്ലറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കണ്ണൂർ താഴേച്ചൊവ്വ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് മുഹമ്മദ് നജീറിനെതിരെ പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി 25 പവൻ സ്വർണം തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. വ്യാജ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഉപയോഗിച്ചാണ് നജീർ യുവതിയുമായി ചാറ്റ് ചെയ്തിരുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയ ഇയാൾ ഒരുമിച്ച് കഴിയണമെങ്കിൽ സ്വർണം നൽകാൻ യുവതിയോട് ആവശ്യപ്പെട്ടു. പിന്നാലെ സ്വർണം നജീറിന്റെ സുഹൃത്തെന്ന് പറഞ്ഞ ആൾക്ക് യുവതി കൈമാറുകയും ചെയ്തു. തുടർന്ന് നജീറിനെ കാണാൻ കോഴിക്കോട്ടെത്തിയ യുവതിക്ക് ഇയാളെ കാണാനായില്ല. പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് നജീർ പിടിയിലായി. ഇയാൾ തട്ടിച്ചെടുത്തതിൽ 14 പവൻ സ്വർണം വടകരയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി. 7.5 ലക്ഷം രൂപ, ഇരുചക്ര വാഹനം, 2 മൊബൈൽ ഫോൺ എന്നിവയും പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. പ്രതി നേരത്തെയും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായി പോലീസ് പറഞ്ഞു. ജനം, കണ്ണൂർ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ നാടകീയ സംഭവങ്ങൾ. നേരത്തെ കുറ്റം സമ്മതിച്ച പ്രതി ചെന്താമര കോടതിയിലെത്തി കുറ്റസമ്മതമൊഴി നൽകാൻ കൂട്ടാക്കിയില്ല. മൊഴി രേഖപ്പെടുത്തലിടെ അഭിഭാഷകനെ കണ്ട ശേഷമാണ് ചെന്താമരയുടെ നിലപാട് മാറ്റം. ചിറ്റൂർ ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ചെന്താമരയെ ഹാജരാക്കിയത്. കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി മിനിറ്റുകൾക്കുള്ളിലാണ് ചെന്താമര നിലപാട് മാറ്റിയത്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്താൻ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ചിറ്റൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം കൂസലില്ലാതെയായിരുന്നു ചെന്താമരയുടെ മറുപടി. രക്ഷപ്പെടണമെന്നില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്, തനിക്ക് ശിക്ഷ ലഭിക്കണം, സ്വന്തം ഇഷ്ടപ്രകാരമാണ് മൊഴി നൽകുന്നത്. ഇതായിരുന്നു കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയ സമയത്തെ ചെന്താമരയുടെ നിലപാട്. മൊഴി നൽകിയാലുണ്ടാവുന്ന ഭവിഷ്യത്ത് അറിയാമോ എന്നതിന് അറിയില്ലെന്ന് പറഞ്ഞ ചെന്താമരയ്ക്ക് ചിറ്റൂർ കോടതി ജഡ്ജി എസ് ശിവദാസ് അഭിഭാഷകനുമായി സംസാരിക്കാൻ അവസരം നൽകി. 10 മിനിറ്റിന് ശേഷം കോടതി വീണ്ടും ചേർന്നപ്പോൾ ചെന്താമര നിലപാട് മാറ്റുകയായിരുന്നു. തുടർന്ന് കുറ്റസമ്മതമൊഴി ചെന്താമരയ്ക്ക് നൽകിയില്ല.
കിട്ടിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇനി പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തതിനു ശേഷം വിചാരണ നടപടികളായിട്ട് അങ്ങനെ സ്വമേധയെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പ്രതി അനുവദിക്കുകയാണെങ്കിൽ, പ്രതി അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോലീസിന് കൊടുക്കാം. മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന് കുറ്റസമ്മതത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുമ്പ് അറിയുമായിരുന്നില്ല. അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കുറ്റസമ്മതിക്കുന്നില്ല. നേരത്തെ കൊലപാതക ശേഷം പിടിയിലായപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാതിരുന്ന ചെന്താമര ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ആദ്യമായി മജിസ്ട്രേറ്റിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയത്. തുടർന്ന് ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 27-നാണ് നെന്മാറ സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ 2019 വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്. ജനം, പാലക്കാട്. ആലപ്പുഴ മാമ്പുഴക്കരയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കേസിൽ ഒരു പ്രതി പിടിയിൽ. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി രാജേഷ് മണികണ്ഠനാണ് പിടിയിലായത്. മാമ്പുഴക്കരി സ്വദേശി കൃഷ്ണമ്മയുടെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. 3.5 പവൻ സ്വർണം, 36,000 രൂപ, ഊട്ടുപാത്രങ്ങൾ, ATM കാർഡ് എന്നിവയാണ് നഷ്ടപ്പെട്ടത്. മാമ്പുഴക്കരിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 62-കാരിയായ കൃഷ്ണമ്മയുടെ വീട്ടിലാണ് പുലർച്ചെ 2 മണിയോടെ കവർച്ച നടന്നത്. രോഗി പരിചരണത്തിനും മറ്റും പോയിരുന്ന കൃഷ്ണമ്മയ്ക്കൊപ്പം അടുത്തിടെ പരിചയപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയായ കല എന്ന യുവതിയും കുറച്ചു ദിവസങ്ങളായി താമസിച്ചിരുന്നു. ഇന്നലെ രാത്രി കലയും കൃഷ്ണമ്മയും വെവ്വേറെ മുറികളിലായി ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ 2 മണിയോടെ ശബ്ദം കേട്ട് കൃഷ്ണമ്മ കണ്ണു തുറന്നപ്പോൾ 4 പേർ അകത്തേക്ക് വരികയും താൻ ബഹളമുണ്ടാക്കിയപ്പോൾ തലയ്ക്കടിക്കുകയും ചെയ്തതായി കൃഷ്ണമ്മ പറഞ്ഞു. തുടർന്ന് കാലുകൾ കെട്ടിയിട്ട് വായിൽ തുണി തിരികിയ ശേഷമായിരുന്നു മോഷണം. കൃഷ്ണമ്മയുടെ 3.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ, 36,000 രൂപ, ATM കാർഡ്, ഓട്ടുപാത്രങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടു. മോനെ വിളിച്ചു പോയി. ഇവിടെ വന്ന് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ പോലീസുകാരും വന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതിന് ശേഷം വന്നു. എന്തോരം സ്വർണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്? എന്തോരം അവർ കവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്? 2 വളയും കമ്മൽ, കുഞ്ഞ കമ്മല, 2 ഗ്രാം തകയില, ഒരു മാല, മൊത്തം പിന്നെ പാത്രങ്ങൾ, ഉരുളി, വിളക്ക്, കൊട, പൗഡർ, സോപ്പ്, ഇതൊക്കെ എടുത്തുണ്ട് വലിച്ചു വാരിയിട്ട്. ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഉറങ്ങാൻ നേരം ഞാൻ കണ്ടതാ. ഞാൻ പറഞ്ഞു ശരി ഞാൻ കിടക്കുക എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കയറി കിടന്നു. അന്നേരം കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു അന്നൊന്നും എനിക്കറിയത്തില്ല. മോഷണത്തിന് ശേഷം യുവതി ഉൾപ്പെടെയുള്ളവർ സ്ഥലം വിട്ടു. പുലർച്ചെ കാലിലെ കെട്ടഴിച്ച ശേഷം കൃഷ്ണമ്മ തന്നെയാണ് മോഷണ വിവരം അയൽവാസികളെയും ബന്ധുക്കളെയും അറിയിച്ചത്. പിന്നീട് പോലീസിൽ പരാതി നൽകി. ജനം, ആലപ്പുഴ. കണ്ണൂരിൽ ബലാത്സംഗ കേസിൽ മുൻ വില്ലേജ് ഓഫീസർക്ക് തടവും പിഴയും. പുഴാതി മുൻ വില്ലേജ് ഓഫീസർ രഞ്ജിത്ത് ലക്ഷ്മണനാണ് കോടതി 10 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. രണ്ടായിരത്തി 2021 കേസിനാസ്പദമായ സംഭവം. യുവതിയും സഹപ്രവർത്തകയും പുസ്തക വിൽപ്പനയ്ക്കായി രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു അതിക്രമം. സഹപ്രവർത്തക ചാലാട് അമ്പലം റോഡ് ഭാഗത്തുള്ള വീടുകളിലും യുവതി പന്നേൻപാറ വഴിയിലും പോയി. രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ പുസ്തകം വാങ്ങാമെന്ന് സമ്മതിച്ചു. 500 രൂപയുടെ പുസ്തകം വാങ്ങിയ ശേഷം ഗൂഗിൾ പേയിൽ പണം നൽകി. മൊബൈൽ ഫോണിൽ യുവതി ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെ ഇയാൾ വാതിലടച്ച മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുകയായിരുന്നു. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ യുവതി സഹപ്രവർത്തകയെ വിവരമറിയിച്ചു. തുടർന്ന് ഇരുവരും പരിസരവാസികളും ചേർന്ന രഞ്ജിത്തിനെ വീട്ടിൽ തടഞ്ഞുവെച്ച പോലീസിൽ അറിയിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം രഞ്ജിത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കേസിന്റെ വിചാരണ പൂർത്തിയാക്കി കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജനം, കണ്ണൂർ. പാതിവില തട്ടിപ്പിൽ ഫീസ് ഇനങ്ങളിലും നടന്നത് വൻ കൊള്ള. പദ്ധതി നടത്തിപ്പിനായി ഗുണഭോക്താക്കളിൽ നിന്നും പിരിച്ചെടുത്തത് അമിത തുകയാണ്. നോട്ടറി സർട്ടിഫിക്കറ്റിന്റെ പേരിലും അമിത തുക ഈടാക്കിയതായും വ്യക്തമാകുന്നു. അതേസമയം CSR ഫണ്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ സ്വരൂപിച്ച തുക പ്രകാരം പദ്ധതി നടപ്പാക്കിയാലും നടത്തിപ്പുകാർക്ക് കൊയ്യാനാകുന്നത് കോടികളാണ്.
പാതിവില തട്ടിപ്പിൽ ഓരോ വാഹനത്തിനും പദ്ധതി നടത്തിപ്പിനായി നടത്തിപ്പുകാർ അധികമായി വാങ്ങിയത് 4500 രൂപ വീതമായിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ 1000 രൂപ നോട്ടറി ഒപ്പിട്ട സത്യവാങ്മൂലത്തിനായാണ് വാങ്ങിയിട്ടുള്ളത്. എന്നാൽ 200 രൂപയുടെ മുദ്രപത്രവും 100 രൂപയുടെ നോട്ടറി സ്റ്റാമ്പും ഗുണഭോക്താക്കൾ തന്നെ വാങ്ങി നൽകണമെന്നതായിരുന്നു നിർദ്ദേശം. ഇതുവരെ വിതരണം ചെയ്ത വാഹനങ്ങളുടെ പേരിലും മറ്റ് വാഗ്ദാനങ്ങളുടെ പേരിലും അമിത തുക ഈടാക്കിയതായാണ് സൂചന. 160 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് നിലവിൽ ED കണ്ടെത്തിയിട്ടുള്ളത്. അതിലൂടെ 26,000 പേരിൽ നിന്നും പണം പിരിച്ചതായി വ്യക്തമാകുന്നു. ഇതിനു പുറമെ വിതരണം ചെയ്ത വാഹനങ്ങളുടെയും ഇതര സാമഗ്രികളുടെയും പേരിലും അധികമായി വാങ്ങിയ തുക കണക്കാക്കുമ്പോൾ കോടികളുടെ ലാഭം നടത്തിപ്പുകാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമാണ്. നോട്ടറി കൂടിയായ നിയമ ഉപദേശക കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് 47 ലക്ഷം രൂപയുടെ പ്രതിഫലത്തിൽ നോട്ടറി സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ പേരിലുള്ള തുകയും ഉണ്ടോ എന്നതും EDയും ക്രൈംബ്രാഞ്ചും പരിശോധിക്കുന്നതായാണ് വിവരം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ കെൻ ആനന്ദകുമാറിനെയും അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങി ED. ഇരുവർക്കും ഉടൻ സമൻസ് നൽകും. അറസ്റ്റിലായ മുഖ്യപ്രതി അനന്തകൃഷ്ണനെയും ചോദ്യം ചെയ്യും. ഇന്നലെ സംസ്ഥാന വ്യാപകമായി ED നടത്തിയ റെയ്ഡുകളുടെ തുടർച്ചയായാണ് കൂടുതൽ വിവരങ്ങൾ തേടി ഇവരെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. പിരിച്ചെടുത്ത തുകയിൽ 2 കോടി രൂപ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാറിന് നൽകിയെന്ന് അനന്തകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. ആനന്ദകുമാറിന്റെ സഹായത്തോടെയായിരുന്നു അനന്തകുമാർ NGO കോൺഫെഡറേഷനിലെ സംഘടനകളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത്. സംസ്ഥാനത്താകെ 1800-ലധികം സന്നദ്ധ സംഘടനകളെ ചേർത്തായിരുന്നു നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ചിരുന്നത്. കണ്ണൂർ സ്വീറ്റ് സൊസൈറ്റി സെക്രട്ടറി പോലീസിൽ നൽകിയ പരാതിയിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനും പ്രതികളാണ്. ഇന്നലെ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്ത രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അനന്തകുമാർ, അനന്തകൃഷ്ണൻ, ലാലി വിൻസെന്റ് എന്നിവരെ ചോദ്യം ചെയ്യുന്നത്. പോലീസ് കേസെടുത്തിട്ടുള്ള NGO കോൺഫെഡറേഷന്റെ തലപ്പത്തുണ്ടായിരുന്ന മറ്റ് ഭാരവാഹികളെയും സമൻസ് നൽകി വിളിച്ചു വരുത്തും. ജനം, കൊച്ചി. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചത് കുന്നമംഗലം സ്വദേശി ഷിബീർ അലിയാണ്. ഷിബീർ അലി ജോലി ചെയ്യുന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ ഡയറക്ടർ ഫിറോസ് ഖാനും സംഘവുമാണ് തട്ടിക്കൊണ്ടുപോയത്. വിവരസ്ഥലങ്ങളിൽ കൊണ്ടുപോയി നഗ്നനാക്കി മർദ്ദിക്കുകയും മുറിവുകളിൽ മുളകരച്ചു തേക്കുകയും ചെയ്തു. പിന്നെ 12 മണി ഭക്ഷണം കഴിക്കാന്ന് കൂട്ടി കൊണ്ടുപോയി കൊട്ടേഷൻ സംഘം വണ്ടി കയറി വയനാട്ടിൽ റിസോർട്ട് കൊണ്ട് 24 മണിക്കൂറോളം ഭക്ഷണം പോലും തരാതെ നിരന്തരം മർദ്ദിച്ചു. മുഖത്തും പുറംഭാഗം കഴിക്കുന്ന നിരന്തരം മർദ്ദിച്ചു. പിന്നെ അധികം എനിക്കൊന്നും ഓർമ്മയില്ല. കൈക്കൂലി കേസിൽ എറണാകുളം RTO വിജിലൻസിന്റെ പിടിയിലായി. RTO ജെയ്സനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഫോർട്ട് കൊച്ചി ചെല്ലാനം ബസിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി വാങ്ങിയത്. 2 ഏജന്റുമാരും പിടിയിലായിട്ടുണ്ട്. RTOയിൽ നിന്നും 6000 രൂപയും 50 കുപ്പി വിദേശ മദ്യവും പിടികൂടി. ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലോടുന്ന ഒരു ബസ്സിൻ്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളൊരു പരാതി നമുക്ക് വന്നിരുന്നു. അതങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. എറണാകുളം യൂണിറ്റ് DYSP കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ എൻ്റെ എറണാകുളം DYSPയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് റേഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി സർവൈലൻസ് ഏർപ്പാട് ചെയ്തു. അവർ ചെന്ന് സർവൈലൻസ് നടത്തി. ഇന്ന് പകൽ റോഡിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അവർ ഈ പൈസയും മദ്യവും, ഒരു മദ്യക്കുപ്പിയുണ്ട്, മദ്യക്കുപ്പിയും കൈമാറുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് പിടിച്ചു. 2 ഏജൻസിനെ, 2 കൺസൾട്ടൻസിനെ പിടിച്ചു. എറണാകുളം RTO ജേഴ്സൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പോൾ അവരെ പിടിച്ച് ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എറണാകുളം RTO ജേഴ്സനെ നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അത് ചോദ്യം ചെയ്തു വരികയാണ്. കൊല്ലം പന്നിമളിലെ പോലീസ് അതിക്രമത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതിന് പിന്നാലെ നാട്ടുകാർ ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ചു. ഒത്തുതീർപ്പായ കേസിൽ വാറന്റ് ഓർഡറുമായി പള്ളിമൺ സ്വദേശി അജിയുടെ വീടിനുള്ളിൽ കയറിയായിരുന്നു ചാത്തന്നൂർ പോലീസിന്റെ അതിക്രമം. സംഭവം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായത്.
ഒത്തുതീർപ്പായ കേസിൽ അറസ്റ്റ് വാറന്റുമായി ചാത്തന്നൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പള്ളിമൺ സ്വദേശിയായിട്ടുള്ള അജുയുടെ വീട്ടിലേക്കെത്തി നടത്തിയ അതിക്രമം. സംഭവം പിന്നിട്ട് ഒരാഴ്ചയാകുന്നു. എന്നാലും പരാതിയൊക്കെ കൊടുത്തെങ്കിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള ഒരു പരാതി തന്നെയാണ്. എന്തായാലും ഈ ഒരു സംഭവം വീട്ടിലെത്തി ഇത്തരത്തിലൊരു അതിക്രമം നടത്തി. എന്നാൽ അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിട്ടും അന്വേഷണം വൈകിപ്പോയി അല്ലേ? അതെ, ഈ കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ വരെ എനിക്ക് ഒരു വിഷമം, പ്രതീക്ഷ നഷ്ടപ്പെടുമെന്ന് തോന്നിപ്പോയിരുന്നു. കാരണം ഇതിനൊരു മെല്ലപ്പോക്ക് തോന്നി. അപ്പം മാധ്യമങ്ങളും എല്ലാം വീണ്ടും സജീവമായി. പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നു. ഇന്നലെ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് കമ്മീഷണർ ഓഫീസിൽ നിന്നൊരു വിളി വരുന്നതും നിങ്ങൾ നാളെ ഇവിടെ എത്തണം, നമുക്ക് കുടുംബത്തോട് വരണം, നമുക്ക് അതിന് മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് മൊഴിയെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിലോ കമ്മീഷണർ ഓഫീസിലോ കൊണ്ടുവരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. മോൾക്ക് ആ ഒരു ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. മോക്കും അമ്മയ്ക്കും അതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ എൻ്റെ അവസ്ഥ, കുട്ടിയുടെ അവസ്ഥ കേട്ടിട്ട് അവർ എനിക്ക് മറുപടി തന്നത് കുഴപ്പമില്ല, നാളെ അവിടെ എത്തിക്കൊള്ളാം, മോളെ വീട്ടിൽ വന്ന് തന്നെ മൊഴി എടുത്തുകൊള്ളാം എന്നുള്ളൊരു ഉറപ്പ് കിട്ടി. അപ്പം അങ്ങനെ വന്ന് മൊഴി എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഈ മെല്ലപ്പോക്ക് എന്ന് പറഞ്ഞെങ്കിലും ഇന്നൊരു മാറ്റം പോലെയാണ് കാണാൻ കഴിഞ്ഞത്. അതിൽ ഞാനൊരു പ്രതീക്ഷയിലാണ്. നല്ല ഒരു എനിക്ക് അനുകൂലമായൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഉന്നതാധികാരിയുടെ ഭാഗത്തു നിന്നും കമ്മീഷണർ ഭാഗത്തും ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. അനൂപ് എന്ന് പറഞ്ഞ SHO കാണിച്ചു കൂട്ടിയ ആ ഒരു പൈശാചികമായ ഭീകരമായ ഒരു അന്തരീക്ഷം അല്ല അദ്ദേഹം സൃഷ്ടിച്ച എൻ്റെ കുഞ്ഞിനെ, വീടിനെയും വീട്ടിലുള്ളവരെയെല്ലാം ഭീഷണിപ്പെടുത്തിയും എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം നാണം കെടുത്തിയും ചെയ്യാത്ത തെറ്റിന് ഇത്രയും വലിയൊരു ക്രൂരമായ ശിക്ഷ തന്നിട്ട് അദ്ദേഹം ഇന്നും സ്വൈരവിഹാരം നടത്തുന്നുണ്ട്. അത് ഇന്നലെ വരെ ഞാൻ കണ്ടതാണ്. ആ സ്റ്റേഷനിൽ തന്നെ പുള്ളി തുടരുന്നത്. സ്റ്റേഷനിലെത്തിച്ചതിന് ശേഷം പോലും കുടിക്കാൻ വെള്ളം പോലും തരാൻ വൈമക്യം കാണിച്ചു. അതുപോലെ ഒരു വനിതാ കോൺസ്റ്റബിൾ, അവരുടെ സ്ത്രീയാണെന്നുള്ള പരിഗണന, ഒരു അമ്മയാണെന്നുള്ള പരിഗണന കണ്ടുകൊണ്ട് എൻ്റെ മകൾ അട്ടഹസിച്ച് കരയുമ്പോഴും പേടിച്ച് വിറയ്ക്കുമ്പോഴും ഞാൻ വിചാരിച്ചത് ഒന്ന് വിളിക്കണം, എൻ്റെ മോളെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോഴും ആ അമ്മയുടെ മുമ്പിൽ ഞാൻ ഒരു ഫോൺ ഒന്ന് തരുമോ മാഡം, ഞാനൊന്ന് വിളിക്കട്ടെ, മകളെ ഒന്ന് വിളിക്കാനാണ് ഞാൻ കരുതി. അവരെ മാതൃത്വം അതിന് തയ്യാറാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അവരവിടെയും ഒരു എന്താ പറയുക, മൃഗീയമായ രീതിയിലാണ് ഒരു സ്ത്രീ എന്നൊരു പരിഗണന അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത് കിട്ടിയില്ല. SHO അദ്ദേഹത്തിനാണ് പൂർണ്ണമായും ഇതിന് കാരണക്കാരനായത്. കാരണം പുള്ളിയുടെ ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ചെവിക്കൊള്ളാനോ അല്ലെങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞത് എന്നെ ഒന്ന് കേൾക്കാൻ പുള്ളി തയ്യാറായില്ല. കേട്ടിരുന്നുവെങ്കിലും എനിക്ക് കേസില്ലാന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോഴും ആ പോർട്ടൽ നോക്കിയെങ്കിലോ ഒക്കെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഇദ്ദേഹം കാണിച്ച ഇത്രയും ക്രൂരമായ പ്രവൃത്തികളെ ഒപ്പം നിന്നുകൊണ്ട് എൻ്റെ കഴുത്തിന് പിടിക്കാനും എന്നെ വലിച്ചടിക്കാനും എന്നെ ഉപദ്രവിക്കാനും എൻ്റെ കുഞ്ഞിനെയും കുടുംബത്തെ ആക്ഷേപിക്കാനും രണ്ട് പെൺകുട്ടികളാണ്. അവരുടെയൊക്കെ ഭാവിയെ ബാധിക്കുന്ന രീതിയിൽ, അവരെയൊക്കെ മാനസികമായി തകർക്കുന്ന രീതിയിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയ അതിനെല്ലാം കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ, അവർക്കും ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നോട് കാണിച്ചിട്ടുള്ള അതിക്രമങ്ങളും ഈ പറഞ്ഞ മോശമായ പെരുമാറ്റത്തിനും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ. എന്നാൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായും മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അജി വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഈ ഒരു അതിക്രമത്തിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരൊന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം. കൊല്ലത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. മീനാട് സ്വദേശി പഞ്ചായത്ത് രതീഷ് എന്ന് വിളിക്കുന്ന രതീഷിനെയാണ് കാപ്പ നിയമപ്രകാരം തടവിലാക്കിയത്. 2020 മുതൽ ഇതുവരെ ചാത്തന്നൂർ, കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 6 ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പ്രതിക്കെതിരെ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് NIAS ആണ് കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത്. കൊല്ലത്ത് കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടമുളക്കൽ സ്വദേശി ജിനുവാണ് അറസ്റ്റിലായത്. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വാറ്റുചാരായവും വിദേശമദ്യവും വിൽപ്പന നടത്തിയ നിരവധി കേസുകളിൽ പ്രതിയാണ് ജിനു. 2 മാസം മുൻപാണ് റൂറൽ SP റേഞ്ച് DIGക്ക് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നാടുകടത്തിയത്. എന്നാൽ വിലക്ക് ലംഘിച്ച പ്രതി കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ കേസെടുത്ത പോലീസ്. മൂന്നാം വർഷ വിദ്യാർത്ഥികളും SFI പ്രവർത്തകരുമായ 7 പേരെ പ്രതി ചേർത്താണ് കേസ്. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ ബെൻസ് ജോസിനെയാണ് SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചത്. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ ബിൻസ് ജോൺസ് 3ാം വർഷ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിന് ഇരയായതായി കോളേജിലെ ആന്റി റാഗിംഗ് സെൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് SFIക്കാരായ 7 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. വേലു പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കെതിരെയാണ് കേസ്. റാഗിംഗ് നിരോധന നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിത 118, 308, 350 എന്നീ വകുപ്പുകൾ പ്രകാരവുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ മാസം 11-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി നടന്നത്. 1ാം വർഷ വിദ്യാർത്ഥിയായ ബിൻസിന്റെ സുഹൃത്ത് അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ സീനിയർ വിദ്യാർത്ഥികൾ ബിൻസിനെ പിടിച്ചു വലിച്ച് SFIയുടെ യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി. സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. SFI യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി മുള കൊണ്ട് തലക്കടിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം കുടിപ്പിച്ചെന്നും 1 മണിക്കൂർ കൂട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി പരാതിപ്പെട്ടിരുന്നു. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിലും റാഗിംഗ് പരാതി. കൂളിംഗ് ഗ്ലാസ് ധരിച്ചെന്ന് ആരോപിച്ചായിരുന്നു 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. വിദ്യാർത്ഥിക്ക് തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ കോളേജിലെ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14-നായിരുന്നു കോളേജിലെ 1ാം വർഷ BBA വിദ്യാർത്ഥിയായ വിഷ്ണുവിനെ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തത്. കോളേജിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദനത്തിൽ വിഷ്ണുവിന്റെ തലയ്ക്ക് പിന്നിലും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ വിഷ്ണുവിനെ മർദ്ദിച്ച കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് സിനാൻ, ഗൗതം തുടങ്ങി കണ്ടാലറിയുന്ന 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. കോളേജിന്റെ അനുബന്ധമായിട്ട് ചെറിയൊരു ഒരു കുട്ടി കൂളിംഗ് ഗ്ലാസ് വെച്ച് ജൂനിയർ, അതിൻ്റെ പേരിലാണ് ചെറിയൊരു അവർ തമ്മിലൊരു വാക്ക് തർക്കവും ഒരു ഇതുള്ളൊക്കെ ഉണ്ടായത്. അപ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ നമ്മളതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു. ക്യാമ്പസിന് പുറത്താക്കി. പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 4-5 മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. കുട്ടികൾ മാറി നിൽക്കാൻ പറഞ്ഞു. ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കുട്ടികൾ തൽക്കാലത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവരാവശ്യപ്പെട്ട പ്രകാരം. സംഭവത്തിൽ വിഷ്ണുവിന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം വിഷ്ണു ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ജനം, കോഴിക്കോട്. പത്തനംതിട്ടയിൽ CPMന്റെ രാഷ്ട്രീയ കൊലപാതക മുതലെടുപ്പ് നാടകം പൊളിഞ്ഞെങ്കിലും വ്യാജ പ്രചാരണങ്ങൾ ആവർത്തിച്ച് പാർട്ടി നേതൃത്വം. കൊലപാതകം BJPയുടെയും RSSന്റെയും തലയിൽ കെട്ടിവെക്കാൻ CPM നടത്തുന്ന പുതിയ ന്യായീകരണങ്ങളും പൊളിയുകയാണ്. പെരിനാട് CIT പ്രവർത്തകൻ ജിതിക് കൊലക്കേസിലെ 3 പ്രതികളുടെ CPM ബന്ധം തെളിഞ്ഞിട്ടും വ്യാജ പ്രചാരണം തുടരുകയാണ് CPM DYFI നേതൃത്വം. കൊലപാതകം BJPയുടെയും RSSന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള CPM ശ്രമം ഓരോന്നായി പൊളിഞ്ഞെങ്കിലും പുതിയ ന്യായീകരണങ്ങൾ നേതൃത്വം നടത്തുന്നു. ഏറ്റവും ഒടുവിൽ പ്രതികളിൽ 2 പേർ 2021 DYFI വിട്ടവരെന്ന വാദവും പൊളിഞ്ഞു. 2021 ഏപ്രിൽ മുതൽ 3 മാസം മാത്രമാണ് 4ാം പ്രതി സുമിത്തും 7ാം പ്രതി മിഥുൻ മധുവും DYFIയിൽ പ്രവർത്തിച്ചതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വാദം. ഒന്ന് 4ാം പ്രതിയായിട്ടുള്ള സുമിത്ത്, മറ്റൊന്നുള്ളത് മിഥുൻ. ഈ 2 ആളുകളും DYFI പ്രവർത്തകരാണ് എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 ആളുകളും RSSന്റെ പ്രവർത്തകരായിരുന്നു. അവര് 2021 ഏപ്രിൽ മാസമാണ് BJPയിലെയും RSSലെയും ചില ആഭ്യന്തര പ്രശ്നം കാരണം RSS സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് DYFIയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ DYFI ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ പ്രചരണം നടന്നിരുന്നു. അത് 2021 ജൂലൈ മാസം 13 ഒരു ഫോട്ടോ, ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ. അവര് RSS വിട്ട് ഏപ്രിൽ മാസമാണ് RSS വിട്ട് DYFIയുടെ ഭാഗമാകുന്നത്. അതിനുശേഷം അവർ ജൂലൈ മാസത്തിലെ 13-ാം തീയതിയാണെന്ന് തോന്നുന്നു. അന്നത്തെ ഫോട്ടോ ആണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് DYFIയുടെ ഒരാള് യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും മറ്റൊരാള് DYFIയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 2-3 മാസക്കാലം മാത്രമാണ് അവർ DYFIയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അവര് സംഘപരിവാർ ബന്ധം തുടർന്നിരുന്നു. ആ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും
ഒക്കെയായി അവരിങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ അവർക്ക് ഡിവൈഎഫ്ഐയുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വത്തിന്റെ ഈ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രം. 2023 മാർച്ച് 18-നും 7-ാം പ്രതി മിഥുൻ മധു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ തന്നെ. ഡിവൈഎഫ്ഐയുടെ ലോക്കൽ കമ്മിറ്റി പേജിൽ 2023 മാർച്ച് 18-ന് മിഥുന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ 1-ാം പ്രതി നിഖിലേഷ് CIP പ്രവർത്തകനെന്ന് നേരത്തെ വ്യക്തമായതാണ്. നിഖിലേഷിന്റെ അമ്മയും ഇത് സ്ഥിരീകരിച്ചിരുന്നു. ജനം, പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.